നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 353-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വാവാ സുരേഷിനെ കുറിച്ചിട്ടാണ്. സ്നേഹധനനായ ഒരു മനുഷ്യൻ, 1000-ഓളം അവാർഡുകൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാമ്പ് പിടുത്തം എന്ന പ്രക്രിയ അതിശയത്തോടെയും അത്ഭുതത്തോടെയും കൂടി മാത്രമേ നീ കാണാൻ കഴിയുള്ളൂ. ശരിക്കും അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകണം എന്നതാണ് എൻ്റെ അഭിപ്രായം. അത്രമേൽ കഴിവും ആദരവും നേടിയൊരു വ്യക്തിത്വമാണ്. ഒരു ഞാഞ്ഞൂലിനെ കണ്ടാൽ പേടിച്ചോടുന്ന എന്നെ പോലെയുള്ള ഓരോരുത്തർ, ഒരു അട്ട നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയാൽ പേടിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവിടെയാണ് ആയിരക്കണക്കിന് രാജവെമ്പാലയെയും മൂർഖനെയും, അങ്ങനെ ഉരകങ്ങളുടെ പിടുത്തക്കാരൻ ഉരകങ്ങളെ മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്തി പിടിച്ച് വനത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു പ്രക്രിയയൊക്കെ ചെയ്യുന്ന ഇദ്ദേഹത്തെ എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇത്രയും സ്നേഹവും വിനയവും പതിനായിരക്കണക്കിന് ആൾക്കാരെ അപകടത്തിൽ നിന്നും രക്ഷിച്ച ഒരു വലിയ വ്യക്തിത്വം. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ, അവാർഡ് തുകകളെല്ലാം പാവങ്ങൾക്ക് നൽകുകയും അതുപോലെ മറ്റ് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വിശാല ഹൃദയമുള്ള ഒരു നല്ല മനുഷ്യൻ. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്തുള്ള സ്ഥലത്ത് 1974 അദ്ദേഹം ജനിച്ചു. അവിടെ വെച്ച് കണ്ടു, ഇവിടെ വെച്ച് കണ്ടു എന്നൊന്നും പറയാനില്ല. ഒരുപാട് കാലം ഞാൻ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ പരിശ്രമിച്ചു. ഈ അടുത്ത കാലത്താണ് ഇടപ്പഴിഞ്ഞിൽ വെച്ച് അദ്ദേഹത്തെ ഞാൻ കാണുന്നതും. ഒരു മിനിറ്റ്, അതിനിടയിൽ ഒരു 3-4 ഓട്ടോകൾ വന്ന് അതിൽ പലരെയും കയറ്റി വിടുകയും ഒക്കെ ചെയ്യുന്നു. പലരും വന്ന് ഓടി വന്ന് സ്നാപ്സ് എടുക്കുന്നു. ഞാനിങ്ങനെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സുഹൃത്തെ, വളരെ തിരക്കിലാണ്, ദേഷ്യമൊന്നും തോന്നല്ലേ, നമുക്ക് സംസാരിക്കാം, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഒരു കാര്യത്തിന് പോകുന്നു, മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ വിനയത്തോടുകൂടി മറുപടിയും നൽകി, നമുക്ക് വീണ്ടും കാണാം, കണ്ടുമുട്ടണം, എനിക്കൊന്ന് താങ്കളുമായിട്ടൊന്ന് സംസാരിക്കണം, ഒരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങിക്കണം. കാരണം അത്രമേൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ എങ്ങനെ ബഹുമാനിക്കണം എന്നെനിക്കറിയില്ല. അതിനുശേഷം ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്ന അവസരത്തിൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടി അദ്ദേഹം ഇപ്പോൾ പുതുതായി തുടങ്ങിയ കുറവങ്കുണത്തുള്ള ആ ഹോട്ടലിൽ ചെന്ന് കാണാം എന്ന് കരുതി ഒരു 4-5 പ്രാവശ്യം പോയപ്പോഴും പലപ്പോഴും മടഞ്ഞു കിടക്കുന്നു. പലപ്പോഴും അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടാൻ അതിൻ്റെ അടുത്തുള്ള 1-2 പേരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയില്ല, ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാവൂ, എപ്പോഴും അവിടെ കാണില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും യാതൊരു വൈക്ലഭ്യവും കൂടാതെ കർമ്മനിരതനായ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയേണ്ടത് എന്നെനിക്കറിയില്ല. നിരവധി അവാർഡുകൾ. ചാൾസ് രാജകുമാരൻ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ വാവാ സുരേഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ചെറിയ വീട്ടിൽ ജനിച്ച് പാമ്പ് പിടുത്തത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാത്തൊരു വ്യക്തി
കേരള ഗവൺമെൻറ് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ സാധുക്കളുടെ കാര്യങ്ങൾക്ക് പോകാൻ സമയം കിട്ടില്ല എന്ന് കരുതിയത് വേണ്ടാന്ന് വെച്ച വ്യക്തി. എണ്ണിയാൽ ഒടുങ്ങാത്ത അവാർഡുകൾ. ആ മനുഷ്യൻ ഇങ്ങനൊരു ചെറിയൊരു ഫുഡ് സെൻറ്റർ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോവുകയാണ്. എത്രമാത്രം വിനയമാണ്. ലോകത്തുള്ള എത്രയോ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ വന്നിരിക്കുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ സാധാരണ ജനങ്ങളുടെ കാര്യങ്ങൾക്കായി ഒത്തിരി പരിശ്രമിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോട് വലിയൊരു ആരാധനയാണ്. കാരണം മനുഷ്യ ജീവന് വേണ്ടി, മനുഷ്യൻ്റെ ഭയങ്ങൾ മാറ്റാൻ വേണ്ടി എത്രയോ കുടുംബങ്ങളെ രക്ഷിച്ച ഒരു വലിയ മനുഷ്യസ്നേഹി. അദ്ദേഹത്തെ രാജ്യം ഇനിയും അവാർഡുകൾ നൽകി ബഹുമാനിക്കണമെന്നതാണ് എൻ്റെ അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു നോക്കൂ. എന്താണ് ജീവിതം, എന്താണ് അറിവ്, എന്താണ് പെരുമാറ്റം, എങ്ങനെയാവണം ഒരു മനുഷ്യൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗുരുകുലം എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാം. കൗമുദി TV അവതരിപ്പിക്കുന്ന സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാമിന് 2019 മികച്ച ആങ്കർക്കുള്ള അവാർഡ് ലഭിച്ചു. അത് ഒന്നാണ്. അങ്ങനെ ആയിരക്കണക്കിന് അവാർഡുകൾ. എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുക എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ മനസ്സുകൊണ്ടും അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യവും നേരുന്നതോടൊപ്പം നൂറുകണക്കിന് ചാനലിലാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ വന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം അളക്കാൻ ഇവിടെ ഒരു സ്കെയിലുണ്ടോ എന്നാണ് എനിക്കുള്ള ചോദ്യം. ആത്മാർത്ഥതയും അർപ്പണബോധവും മനുഷ്യൻ എങ്ങനെയാവണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രതിഭ. നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടു പഠിക്കൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത്രമാത്രം വിനയവും പെരുമാറ്റശുദ്ധിയുമുള്ള അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേടുന്നതോടൊപ്പം ഇനിയും ആയിരക്കണക്കിന് ആൾക്കാർക്ക് രക്ഷകനായിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും എന്നെങ്കിലും ഉടനെയല്ല എങ്കിലും ആവുന്നതും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കണമെന്നുണ്ട്. അന്ന് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിലും വളരെ തിരക്കിട്ട ഒരു യാത്രയിൽ എന്തിനാണെന്നോ ഏതിനാണെന്നോ ചോദിക്കാതെ തിരക്കിട്ട ഒരു യാത്രയിൽ നമ്മൾ വഴിമുടക്കുന്നത് എന്തിന് എന്ന തോന്നലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് ബുദ്ധിമുട്ടിക്കാതിരുന്നത്. എങ്കിലും ആ നല്ല മനസ്സ്, ആ നല്ല പെരുമാറ്റം മനുഷ്യ മനസ്സിൽ എന്നും ഓർക്കപ്പെടുന്നൊരു നാമം. അതാണ് ശ്രീ വാവാ സുരേഷ്. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് താമസമിന ഞാൻ അദ്ദേഹത്തെ വീണ്ടും കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.